പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു മകൻ തനിക്ക് ലഭിക്കേണ്ടുന്നതായ വസ്തുവകയെല്ലാം തന്റെ അപ്പനോട് ചോദിച്ചു വാങ്ങി ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ചെന്ന് ദുർനടപ്പുകാരനായി ജീവിച്ച അവന് തന്റെ വസ്തുവകയെല്ലാം നഷ്ടമായി. ഏറ്റവും ഒടുവിൽ ആ ദേശത്തിലെ ഒരു പൗരനെ ആശ്രയിക്കുകയും അദ്ദേഹം അവനെ വയലിലേക്ക് തന്റെ പന്നികളെ മേയ്ക്കുവാനായി അയക്കുകയും ചെയ്തു. ആ പന്നികൾ കഴിക്കുന്ന വാളവര പോലും കഴിക്കുവാൻ ആഗ്രഹിച്ച അവന് അതുപോലും നൽകുവാൻ അവർ തയ്യാറായിരുന്നില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ തന്റെ അപ്പനെക്കുറിച്ച് ഓർക്കുകയും തന്റെ അപ്പന്റെ കൂലിക്കാരിൽ എത്രയോ പേർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, എന്നാൽ ഈ മകൻ ഭക്ഷണമില്ലാതെ നശിച്ചു പോകുന്നു എന്ന തിരിച്ചറിവ് അവന് ഉണ്ടായി. അവൻ വളരെ വേഗം തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. മകനെ ദൂരത്ത് നിന്ന് കണ്ട പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. തന്റെ മകന് മേൽത്തരമായ അങ്കിയും കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ആ പിതാവ് കരുതി വെച്ചിരുന്നു. ആ മകൻ പിതാവിനോട് പറഞ്ഞു, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആ പിതാവ് ആ മകനെ തള്ളിക്കളഞ്ഞില്ല. അവനു വേണ്ടി വിശേഷമായ ചിലത് കരുതിയിരുന്ന അവൻ ഒരു കാളക്കുട്ടിയെ അർപ്പിച്ച് വിശേഷമായ ആഹാരമുണ്ടാക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പലപ്പോഴും നാമും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അകലുകയും മടങ്ങി വരുവാൻ കഴിയാതെ പന്നികൾ തിന്നുന്ന വാളവര തിന്നുവാൻ ആഗ്രഹിച്ച ആ മകനെ പോലെ എന്തെങ്കിലും അനുഗ്രഹത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ മടങ്ങി വരിക. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. നിങ്ങളുടെ പഴയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, പഴയ ആരാധനാ ജീവിതത്തിലേക്ക്, പഴയ വചന ധ്യാന ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വിശേഷമായത് കരുതിയിട്ടുണ്ട്. ആ മകനു വേണ്ടി മേൽത്തരമായ അങ്കിയും കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും കരുതിയിരുന്ന പിതാവിനെ പോലെ നമുക്ക് വേണ്ടി ചില വിശേഷമായത് കരുതി നമ്മുടെ അപ്പൻ കാത്തിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാളവര തിന്നുവാൻ ആഗ്രഹിക്കേണ്ടവരല്ല, പിന്നെയോ പിതാവിൽ നിന്ന് ചില വിശേഷമായത് സ്വീകരിക്കുവാനുള്ളവരത്രേ. മടങ്ങി വരണം, മടിക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.